ഹലോ ഗെയ്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ പപ്പ പയറടക്കുന്ന വീഡിയോ ആണ്. കാരണം ഇന്നലെ ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ ഇന്ന് പയറടക്കുന്ന വീഡിയോയും ചീര അറക്കുന്ന വീഡിയോ ഒക്കെ ഇടാമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ കൃഷിസ്ഥലത്തോട്ട് എത്തി. ഞാനും എൻ്റെ മോനും കൂടിയാണ് വന്നത്. അങ്ങനെ അമ്മയും പപ്പയും ഇവിടെ തകൃതിയായിട്ട് പയറടത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ വീഡിയോ ആണ് ഞങ്ങൾ പകർത്തിക്കൊണ്ട് നിൽക്കുന്നത്. എൻ്റെ മോനാണെങ്കിൽ ഓരോ വരിയിലും പോയിട്ട് ഓരോ നീളമുള്ള പയറും പിടിച്ചിങ്ങനെ വച്ചിരിക്കുകയാണേ. പിന്നെ നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമില്ലേ. അപ്പോൾ അവർ ഓരോ പയറും പിടിച്ചിങ്ങനെ നോക്കുകയാണേ. പിന്നെ ഓരോ വരികളുടെ ഇടയിലും കൂടെ ഇങ്ങനെ നടന്ന് പോവാണ്. ഇവിടെ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ പയറിൻ്റെ ഇടയിൽ കൂടെ നടന്നു, നല്ല തണുപ്പാണ് ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, ഇതിൻ്റെ പയറിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാം. ഇപ്പോൾ പപ്പ പയർ ഒരു വരിയിൽ നിന്ന് അടുത്ത പയറാണ് ഈ കൊണ്ടുവരുന്നത്. നല്ല നീളമുള്ള പയറാണ്. ഞങ്ങൾ കുഞ്ഞിലേ മുതലേ പപ്പ ഇവിടെയാണ് കൃഷി ചെയ്യുന്നത് കേട്ടോ. ഈ കൃഷി ചെയ്യുന്ന ഈ വസ്തുവിൻ്റെ അടുത്തായിട്ട് ഒരു അയണി മരമൊക്കെ ഉണ്ടായിരുന്നേ. അതിൽ നിറയെ അയണിച്ചക്ക കായ്ക്കുമായിരുന്നു. ഞങ്ങൾ ഒരുപാട് അയണിച്ചക്ക അതിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. നല്ല മധുരമുള്ള അയണിച്ചക്കയാണ്. അതിൽ പുളിപ്പൊന്നുമില്ല അയണിച്ചക്കയിൽ. അത് നല്ല വലിയ അയണിച്ചക്കയായിരുന്നു. അതിൻ്റെ രുചി ഇപ്പോഴും നാവിൻ്റെ തുമ്പത്ത് നിൽപ്പുണ്ട്. ഇതിപ്പോൾ എൻ്റെ അമ്മ ഏറ്റവും വലിയ പയറാണെന്ന് പറഞ്ഞെടുത്ത് കാണിക്കുകയാണേ. പിന്നെ ഈ പയർ അടക്കുമ്പോൾ തന്നെ ഒരുപാട് ഇങ്ങനെ കുരുടുള്ള പയർ വരുമല്ലോ. കുരുടും പുഴുക്കേടൊക്കെ വന്നിട്ടുള്ള പയർ, അതൊക്കെ അവരപ്പോഴും തന്നെ തിരഞ്ഞു മാറ്റും കേട്ടോ. പിന്നീട് ഈ പയറെല്ലാം കൊണ്ട് ഒരു കടയിൽ തൂക്കിലാണേ കൊടുക്കുന്ന പയർ. വീട്ടാവശ്യത്തിന് വന്ന് വാങ്ങുന്നവരുണ്ട്, പക്ഷെ എന്നാലും കൂടുതലും തൂക്കിയാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അങ്ങനെ ഏകദേശം പയറൊക്കെ അടത്ത് തീരാറായിട്ടുണ്ട്. ഇതാ കണ്ടോ, അവസാനം ഇതായേ പയർ ഫുൾ അടത്ത് തീർന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയ പയർ. അങ്ങനെ ഇനി ചീര അറക്കുന്ന വീഡിയോയും കൂടെ ഉണ്ട് കേട്ടോ. ഉണ്ടോ, അങ്ങനെ നമ്മുടെ വ്ളാത്താങ്കരുടെ സ്പെഷ്യലായ ചീര എൻ്റെ അമ്മ ഇവിടെ അറുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല വയലറ്റ് കളറിലുള്ള ചീര. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് തെരവ് പയറുണ്ടല്ലോ, കുരുടൊക്കെ പിടിച്ച്, അതിനെയൊക്കെ വീട്ടിലേക്ക് തോരൻ വയ്ക്കാൻ വേണ്ടി എടുത്തിട്ട് തിരിച്ചു പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.